ഡൈ ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ നരച്ച മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ മുടി നരച്ചു കഴിഞ്ഞാൽ അത് ഡൈ അടിക്കാതെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഡൈ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. അപ്പോൾ ഈ ഒരു ഡൈ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചൊന്ന് നമ്മൾ സമയം മെനക്കെട്ടാൽ മാത്രം മതി. നല്ലൊരു അലർജി ഫ്രീ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഡൈ നമുക്ക് കിട്ടുകയെ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കണം. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കഴുകിയതല്ല, കുറച്ച് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് തുരുമ്പിച്ച ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇതിൽ അയണിൻ്റെ ആവശ്യമുണ്ട്. അയൺ നമ്മുടെ മുടിയെ കറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന മിക്സ് ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ, അതായത് തുരുമ്പിച്ച ഇരുമ്പടങ്ങിയ ചീനിച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഇതിലുള്ള അയൺ കാരണം. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ വെച്ച് അതായത് ഉപയോഗം ഇല്ലാത്ത സാധനം ഒരു സൈഡിലായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തുരുമ്പിച്ചിരിപ്പുണ്ടായിരിക്കും. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് കഴുകേണ്ട കാര്യമൊന്നുമില്ല, ആ പൊടിയോടെ തന്നെ നമുക്ക് എടുക്കാം. ഇനി ഈ ചീനിച്ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ക്വാളിറ്റിയുള്ള തേയിലപ്പൊടി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം വറുത്തെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാരണം നമ്മുടെ തേയില എന്ന് പറയുന്നത് ചെറിയ പൊടിയല്ലേ, അതുപോലെ തന്നെ ഗ്രാമ്പൂ നമുക്ക് ഉണങ്ങിയതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ തേയില ആയാലും ഗ്രാമ്പൂ ആയാലും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നല്ല ബ്ലാക്ക് കളർ ആവാനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ നാച്ചുറൽ ഡൈസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം, അതായത് നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കറുക്കാനാണല്ലേ, പക്ഷേ കറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ. ഇനി നമുക്ക് പൊടിച്ചതിന് ശേഷം അരിക്കാം. കാരണം നമ്മൾ ഗ്രാമ്പൂവിൻ്റെ ചെറിയ ചെറിയ അംശമൊക്കെ ചിലപ്പോൾ കാണും, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ അരിച്ചെടുത്ത മിക്സിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതായത് തേയിലപ്പൊടി, കോഫി പൗഡർ, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഇത് 3 കൂടെ നമ്മൾ പൊടിച്ച് വറുത്തെടുത്തിട്ടില്ലേ, അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തത്, അത് നല്ലവണ്ണം വറ്റി ഒന്ന് കുറുകി വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട്, അത് നല്ലവണ്ണം കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ അളവിൽ നീലാമരിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ സാധനങ്ങൾ ഹെന്ന പൗഡർ, ആളുകൾ പറയാറുണ്ട് ഹെന്ന പൗഡർ തേച്ചാൽ മതിയല്ലോ മുടി കറുക്കാൻ. പക്ഷെ അതൊരു ചെമ്പിച്ച അവസ്ഥയിൽ എത്തുകയുള്ളൂ, നല്ല ബ്ലാക്ക് കളർ കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ നീലാമരിയുടെ പൊടിയും തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെമ്പിച്ച അവസ്ഥയിലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീലാമരിയുടെ പൊടി തേക്കുമ്പോൾ ചൊറിച്ചിൽ അതുപോലെ തന്നെ മുഖക്കുരു വരും പോലെ മുഖത്തൊക്കെ കുരുക്കൾ വരുന്നുണ്ട് എന്ന്. പക്ഷെ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, നീലാമരിയുടെ പൊടി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഹെന്ന പൗഡർ മാത്രം എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ബ്ലാക്ക് ഹെന്ന പൗഡർ ഉണ്ട്, അത് 1 സ്പൂണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ടയാവാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. കട്ടയെല്ലാം ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കളർ കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ഹെന്ന പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ഓവർനൈറ്റ് വച്ചതിന് ശേഷം നമുക്കിത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുളിക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇത് ഒരു ഹെയർ ഡൈക്ക് ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെയർ പാക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓയിലൊന്നും ഇല്ലാത്ത മുടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകിയിരിക്കണം, അല്ലെങ്കിൽ നാച്ചുറൽ താളിയിട്ട് നേരത്തെ നമ്മുടെ മുടി വാഷ് ചെയ്തിരിക്കണം. അതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണിത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.